രാജ്യത്ത് ഇന്ധന വില വർധന ഉടനെന്ന റിപ്പോർട്ടുകൾ. വില വർദ്ധിപ്പിക്കുന്നതിൽ നിർബന്ധിത സാഹചര്യമെന്ന് സൂചന നൽകിയിരിക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാർ. എണ്ണക്കമ്പനികൾക്ക് വില പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നതിൽ ഉറപ്പു പറയാനാകില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ എണ്ണക്കമ്പനികൾ നഷ്ടത്തിലാണ്. രാജ്യത്തെ നിലവിലെ ഇന്ധനവില തൽസ്ഥിതിയിൽ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നതെന്ന് കേന്ദ്രം പറയുമ്പോഴും വില വർദ്ധിപ്പിക്കേണ്ട നിർബന്ധിത സാഹചര്യമുണ്ടെന്ന് കേന്ദ്രം സൂചിപ്പിച്ചിട്ടുണ്ട്. എണ്ണ വിപണന കമ്പനികൾ പ്രതിദിനം 1000 കോടി രൂപ നഷ്ടം നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ധനക്ഷാമം ഇല്ലാത്തതിനാൽ വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പരിഗണനയിലില്ല. പക്ഷേ ഉടൻ തന്നെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപയുടെ വർധന പ്രഖ്യാപിച്ചേക്കും. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറുകളുടെ വിലയിൽ 50 രൂപയുടെ വർധന ഉടനുണ്ടായേക്കും. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഘാതം നിയന്ത്രിക്കുന്നതിന് സാധ്യമായ നടപടികളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും ധനകാര്യ മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥർ റിസർവ് ബാങ്കുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതിനിടെ ആഭ്യന്തര തലത്തിൽ അസംസ്കൃത എണ്ണയുടെ ഉൽപ്പാദനം പര്യവേക്ഷണം ചെയ്യുന്നതിന് കേന്ദ്രം പ്രോത്സാഹന നടപടികൾ സ്വീകരിച്ചു. കൂടുതൽ കമ്പനികളെയും നിക്ഷേപത്തെയും ആകർഷിക്കാൻ റോയൽറ്റി നിരക്കുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.